അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈഹി. അങ്ങനെ അവസാനം നമ്മൾ പറഞ്ഞത് ഷുഐബ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു. ആ ജനത അതിനെ എതിർക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവസാനം ഷുഐബ് നബിയും അവർ തമ്മിലുള്ള സംഭാഷണങ്ങളൊക്കെ നടന്നു. എന്നിട്ട് പിന്നെ എന്താണ് സംഭവിച്ചത് എന്നാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. ഇന്നത്തെ ക്ലാസ്സോട് കൂടി ഷുഐബ് നബിയുടെ ചരിത്രം ഇവിടെ അവസാനിക്കുമ്പോൾ ഷുഐബ് നബിയെക്കുറിച്ച് ഏകദേശ ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആരാണ് ഷുഐബ് നബി, ഷുഐബ് നബിയുടെ പരമ്പര, അതൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അവസാന ഭാഗം നമ്മൾ പറയാണ് ബൽ ഖാലു മിത്ലമാ ഖാലൽ അവ്വലൂൻ. ബൽ പക്ഷേ എന്നർത്ഥം. ഖാലു അവർ പറഞ്ഞു, മിത്ലമാ ഖാലൽ അവ്വലൂൻ മുമ്പത്തെ ആളുകൾ, അല്ല അവൽ എന്ന് പറഞ്ഞാൽ മുൻഗാമികളായ ആളുകൾ പറഞ്ഞ ഒന്ന് പോലാത്തത് ഇവരും പറഞ്ഞു. ഖാലു അവർ പറഞ്ഞു, മിത്ലമാ ഒന്ന് പോലാത്തത്. ആ ഒന്ന് എങ്ങനത്തതാണ്? ഖാലൽ അവ്വലൂൻ മുൻകഴിഞ്ഞ ആളുകൾ പറഞ്ഞ ഒന്ന് പോലെയുള്ളത് ഇവരും പറഞ്ഞു. ഷുഐബ് നബി അവരോട് തെളിവുകളൊക്കെ നിരത്തി കൊടുത്തു. അവർ എന്താണ് മുമ്പത്തെ കഴിഞ്ഞ ആളുകൾ, അതായത് ധിക്കാരികളും അവിശ്വാസികളായ ആളുകൾ പറഞ്ഞതുപോലെ ഷുഐബ് നബിയോട് ഷുഐബ് നബിയോടും ഷുഐബ് നബിയുടെ ജനത ഷുഐബ് നബിയോട് പറഞ്ഞു എന്നാണ്. അങ്ങനെ ഫലം യംഫഉഹും ദാലിക, അങ്ങനെ തെളിവുകൾ നിരത്തിയിട്ടൊന്നും അതൊന്നും ഫലം യംഫഉഹും അതവർക്ക് ഉപകാരപ്പെട്ടില്ല. ദാലിക അത്, ബൽ എന്നല്ല പക്ഷേ, ഖാലു അവർ പറഞ്ഞു, മിത്ലമാ ഖാലൽ അവ്വലൂൻ മുൻകഴിഞ്ഞ ആളുകൾ, അൽ അവ്വലൂൻ എന്ന മുൻഗാമികളായ ആളുകൾ മുൻഗാമികളായ ആളുകൾ പറഞ്ഞ ഒന്ന് പോലുള്ളത് ഇവരും പറഞ്ഞു എന്നർത്ഥം. അവർ പറയാണ്, ഖാലു ഇന്നമാ അൻത മിനൽ മുസഹ്ഹരീൻ വമാ അൻത ഇല്ലാ ബശറും മിത്ലുനാ വഇന്ന ളുന്നുക ലമിനൽ കാദിബീൻ ഫഅസ്ഖിത് അലൈനാ കിസഫൻ മിനസ് സമാ ഇൻ കുൻത മിനസ് സ്വാദിഖീൻ എന്നാണ് അവർ ആദ്യമായി പറയുന്നത്. അവരെ അവസാനം ഓരോ തെളിവുകൾ നിരത്തിയൊക്കെ ഷുഐബ് നബി അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അവസാനം അവർ പറയുകയാണ്, ഇന്നമാ അൻത മിനൽ മുസഹ്ഹരീൻ, നിങ്ങൾ എന്താ പറയുക, ഇന്നമാ അൻത മിനൽ മുസഹ്ഹരീൻ തീർച്ചയായും നിങ്ങൾ, മുസഹ്ഹരീൻ എന്ന് പറഞ്ഞാൽ സിഹ്റിൻ്റെ ആള് എന്ന അർത്ഥത്തിനേക്കാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നമാ അൻത തീർച്ചയായും നിങ്ങൾ, ഇന്നമാ തീർച്ചയായുമാണ്, അൻത നിങ്ങൾ, മിനൽ മുസഹ്ഹരീന സിഹിർ ബാധിച്ചവരിൽ പെട്ട ആളുകളാണ്. സിഹിർ ബാധിച്ച, മാരണം ബാധിച്ച ആളുകളിൽ പെട്ട ആളാണ് നിങ്ങളെന്ന് ഷുഐബ് നബിയോട് ഇവർ പറഞ്ഞു. ഖാലു അവർ പറഞ്ഞു, ഇന്നമാ അൻത തീർച്ചയായും നിങ്ങൾ, മിനൽ മുസഹ്ഹരീന സിഹിർ ബാധിച്ച ആളുകൾ പെട്ട ആളാണ്. എന്നിട്ട് പറയാണ്, വമാ അൻത ഇല്ലാ ബശറും മിത്ലുനാ, വമാ അൻത നീയല്ല, ഇല്ലാ ബശറും മിത്ലുനാ ഞങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമല്ലാതെയല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള മനുഷ്യൻ മാത്രമാണ് നീ. വഇന്ന ളുന്നുക ലമിനൽ കാദിബീൻ, വഇന്ന ളുന്നുക ഇനി എന്താണെങ്കിൽ ലമിനൽ കാദിബീൻ നീ കള്ളം പറയുന്നവരിൽ പെട്ടവൻ തന്നെ, എന്താ പറയുക, പെട്ടവൻ തന്നെ എന്ന് ഞങ്ങൾ കരുതുന്നു അർത്ഥം. വഇന്ന ളുന്നുക ഞങ്ങൾ കരുതുന്നുണ്ടെങ്കിലും ലമിനൽ കാദിബീന, അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ എന്ത് കരുതുന്നു, നിങ്ങൾ ഞങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ട് കളവ് പറയുന്നവരിൽ, കാദിബീൻ എന്ന് പറഞ്ഞാൽ കളവ് പറയുന്നവരിൽ പെട്ടവനായിട്ടാണ് ഞങ്ങൾ നിങ്ങളെ കരുതുന്നത്. തീർച്ചയായും ഞങ്ങൾ കരുതുന്നുക നിങ്ങളെ, ലമിനൽ കാദിബീൻ കളവ് പറയുന്നവരിൽ പെട്ട ആളായിട്ടാണ് നിങ്ങളെ ഞങ്ങൾ കരുതുന്നത് എന്ന് ഷുഐബ് നബിയോട് ജനത പറയുകയാണ്. അപ്പോൾ എന്നിട്ട് അവർ പറയാണ്, ഫഅസ്ഖിത് അലൈനാ കിസഫൻ മിനസ് സമാ ഇൻ കുൻത മിനസ് സ്വാദിഖീൻ, എന്നിട്ടൊരു വെല്ലുവിളി നടത്താണ് അവർ. ഫഅസ്ഖിത് അലൈന ഞങ്ങളുടെ മേൽ നീ വീത്തണേ. അസ്ഖിത്ത് സഖതന വീയുക, അതുകൊണ്ട് അസ്ഖതന വീത്തുക. അപ്പോൾ അസ്ഖിത്ത് നീ വീത്തണം ഷുഐബേ, അലൈന ഞങ്ങളുടെ മേൽ നീ വീത്ത്, കിസഫം മിനസ് സമായി ആകാശത്ത് നിന്നും കഷ്ണങ്ങൾ. കിസഫ് എന്ന് പറഞ്ഞാൽ കഷ്ണങ്ങൾ എന്നർത്ഥം, ഖിത്അത്ത് എന്നറിയും. അപ്പോൾ ആകാശത്തു നിന്നും കഷ്ണങ്ങൾ ഇറക്കട്ടെ, മിനസ്സമായി ആകാശത്തു നിന്നും, ഇൻകുന്ത മിനസ്സാദിഖീൻ നീ സത്യവാനാണെങ്കിൽ നീ ശിക്ഷയുണ്ടാവുമെന്ന് ഞങ്ങളെ പറയുന്നുണ്ടല്ലോ, ആ ശിക്ഷയുടെ അദാബിൻ്റെ കഷ്ണങ്ങൾ ആകാശത്ത് ഞങ്ങളുടെ മേൽ ഇറക്കുക എന്ന് ഷുഐബ് നബിയുടെ ജനത ഷുഐബ് നബിയോട് പറയാണ്. അസ്ഖിത്ത് നീ ഇറക്കുക, അലൈന ഞങ്ങളുടെ മേൽ, കിസഫൻ കഷ്ണങ്ങളെ, മിനസ്സമായി ആകാശത്തു നിന്നും, അപ്പോൾ ആകാശത്തിൽ നിന്നും ശിക്ഷയുടെ ഓരോ ഭാഗങ്ങൾ ഞങ്ങൾക്ക് ഇറക്കി കാട്ട് എന്ന്, ഇൻകുന്ത മിനസ്സാദിഖീൻ നീ ഇപ്പോൾ സത്യം പറയുന്നവരാണെങ്കിൽ എന്ന് ഷുഐബ് നബിയോട് പറയുകയാണ്.
അപ്പോൾ ആഖിബത്തു ഉമ്മത്തിൻ കദ്ദബത്ത് നബിയഹ, ആഖിബത്തു ഉമ്മത്തിൻ ഒരു സമുദായത്തിൻ്റെ ആഖിബത്ത് പറഞ്ഞാൽ അവസാന പരിണതി അല്ലെങ്കിൽ പരിണിത ഫലം, കദ്ദബത്ത് നബിയഹ അവരുടെ നബിയെ, ആ സമുദായത്തിൽ നബിമാരെ നിഷേധിച്ച ആളുകൾക്കുള്ള ആഖിബത്ത് അന്ത്യം, പരിണതി അതെന്താണ്? വക്കാനത്തിൽ ആഖിബത്ത് വാഹിദ, അങ്ങനെ പ്രവാചകൻ ഓരോ സമുദായത്തിലേക്ക് വന്ന പ്രവാചകന്മാരെ ധിക്കരിക്കുന്ന ആളുകൾക്കുള്ള ആഖിബത്ത്, അതിൻ്റെ അന്ത്യം വാഹിദിനും അതൊന്ന് തന്നെയാണ് ഉണ്ടാവുക. ആഖിബത്ത കുല്ലി ഉമ്മത്തിൻ കദ്ദബത്ത് നബിയഹ, ആഖിബത്ത കുല്ലി ഉമ്മത്തിൻ എല്ലാ ഉമ്മത്തിൻ്റെയും ആഖിബത്ത് അന്ത്യം, കദ്ദബത്ത് നബിയഹ അവരുടെ നബിമാരെ നിഷേധിച്ച നിഷേധികളായ അവർക്കുള്ള ആഖിബത്ത് ഒന്ന് തന്നെയാണ്. വകഫറത്ത് ബി നിഅ്മത്തില്ല, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിച്ച, കഫറ ബി നിഅ്മത്തില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്കെതിരെ നന്ദികേട് കാണിച്ച ആളുകൾക്കുള്ള ശിക്ഷ അതൊന്ന് തന്നെയാണ്. അത് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഫഅഖദത്ഹുമുർ റജ്ഫത്തു ഫഅസ്ബഹു ഫീ ദാരിഹിം ജാസിമീൻ. കഴിഞ്ഞ ഒരായത്ത് പറഞ്ഞാൽ ഇതിന് മുമ്പത്തെ ഒരായത്ത് ഇത് പറഞ്ഞാൽ ഇവിടെ ഖാലു ഇന്നമാ അൻതും മിനൽ മുസഹ്ഹരീൻ എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ ശുഅറാ സൂറത്തിലെ 185 തുടങ്ങിയ ആയത്തുകളാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ള രണ്ടാമത്തെ ആയത്ത്, ഫഅഖദത്ഹുമുർ റജ്ഫത്തു ഫഅസ്ബഹു ഫീ ദാരിഹിം ജാസിമീൻ അല്ലദീന കദ്ദബൂ ശുഐബൻ കഅൻ ലം യഗ്നൗ ഫീഹാ അല്ലദീന കദ്ദബൂ ശുഐബൻ കാനൂ ഹുമുൽ ഖാസിരീൻ എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അറാഫിലെ 93-ാമത്തെ ആയത്തായിട്ട്. അങ്ങനെ ഫഅഖദത്ഹുമുർ റജ്ഫത്തു 91-ാമത്തെ കേട്ടോ, ഫഅഖദത്ഹുമുർ റജ്ഫത്തു ഫഅസ്ബഹു ഫീ ദാരിഹിം ജാസിമീൻ. അങ്ങനെ ഫഅഖദത്ഹുമുർ റജ്ഫ അവർക്കൊരു പ്രകമ്പനം അവരെ പിടികൂടി. റജ്ഫത്ത് എന്ന പ്രകമ്പനം, ശക്തമായിട്ടുള്ള പ്രകമ്പനം, ഒരു മറിച്ചിൽ എന്നൊക്കെ പറയാം. റജ്ഫത്ത് ഒരു പ്രകമ്പനം അവരെ പിടികൂടി. അഖദത്തുഹും അവരെ പിടികൂടി. റജ്ഫത്ത് അവരെ പിടികൂടി. റജ്ഫത്ത് എന്നാൽ ഒരു പ്രകമ്പനം. അങ്ങനെ ഫഅസ്ബഹു ഫീ ദാരിഹിം ജാസിമീൻ. അസ്ബഹ എന്ന് പറഞ്ഞാൽ രാവിലെ സമയത്താവുക എന്നല്ല, അപ്പോൾ പ്രഭാത സമയത്ത് അവർ ആയിത്തീർന്നു. ഫീ ദാരിഹിം അവരുടെ വീടുകളിൽ. ജാസിമീൻ എന്ന് പറഞ്ഞാൽ ജഡങ്ങളായി തീർന്നു എന്നർത്ഥം. ഓക്കെ, എന്താ പറയുക, അടങ്ങുക എന്നൊക്കെ അർത്ഥം, ജസമക്കർത്ഥം. അപ്പോൾ അവർക്ക് രാവിലെ കെട്ടടങ്ങിയവരായി എന്നർത്ഥം. പ്രഭാത സമയത്ത് അവർ ആയി. ഫീദാരിഹിം അവരുടെ വീടുകളിൽ. ജാസിമീന അവർ മറിഞ്ഞു വീണവരായി അല്ലെങ്കിൽ കെട്ടടങ്ങിയവരായി എന്നൊക്കെ അർത്ഥം. അല്ലദീന കദ്ദബൂ ശുഐബൻ ഇവർ ശുഐബ് നബിയെ നിഷേധിച്ചവരാണ്. അവർ കഅൻ ലം യഗ്നൗ ഫീഹാ അവിടെ തീരെ താമസിക്കാത്ത പോലെ, അങ്ങനത്തെ കൊലത്തിലാക്കി എന്നർത്ഥം. കഅല്ലം ചെയ്യാത്ത പോലെ എന്നർത്ഥം. യഗ്നൗ ഗനാഫി എന്ന് പറഞ്ഞാൽ ഐശ്വര്യം തീർത്തുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ അവിടെ തീരെ ജീവിച്ചതിൻ്റെ ഒരു അവശേഷവും ഒരു ശേഷിപ്പും ഇല്ലാതെ എന്നർത്ഥം. കഅല്ലം യഗ്നൗ ഫീഹാ അവിടെ തീരെ താമസിച്ചിട്ടില്ലാത്ത പോലെ. അല്ലദീന കദ്ദബൂ ശുഐബൻ അങ്ങനെ ശുഐബ് നബിയെ ധിക്കരിച്ച ആളുകൾ. കാനൂ ഹുമുൽ ഖാസിരീൻ അവർ നഷ്ടക്കാർ തന്നെയാണ്, അവർ നഷ്ടം സംഭവിച്ചവർ തന്നെയാണ്. അങ്ങനെ എന്നാലും ഇതൊക്കെയാണെങ്കിലും ശുഐബ് നബി അലൈഹി സ്വലാം തൻ്റെ പ്രബോധനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് പറയുകയാണ്. അങ്ങനെ ശുഐബ് നബി ബല്ല റിസാല അല്ലാഹു തആല ഏൽപ്പിച്ച ആ റിസാലത്തിനെ, ആ പ്രബോധനത്തെ ബല്ലഗാദ് എത്തിച്ചു കൊടുത്തു. അദ്ദൽ അമാന തനിക്ക് ഏൽപ്പിച്ച അമാനത്ത്, ആ സൂക്ഷിപ്പ് സ്വത്ത് എന്ന് പറഞ്ഞ് ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക എന്നുള്ള ദഅവത്ത്, ആ ഇസ്ലാമിൻ്റെ ആ നിയമസംഹിതകൾ അദ്ദൽ അമാന അത് പൂർണ്ണമാക്കി കൊടുത്തു. അദ്ദാന വീട്ടിയാൽ അമാന വിശ്വസ്തത വിശ്വസിച്ചേൽപ്പിച്ചതിനെ പരിപൂർണമാക്കി കൊടുക്കുകയും ചെയ്തു. കാന ശഅ്നു ശുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ കാര്യമായിരുന്നു. ശഅ്ന കുല്ലി നബിയിൻ എല്ലാ നബിമാരെ കാര്യങ്ങളെപ്പോലെ തന്നെയായിരുന്നു. ബല്ലഗ റിസാല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ തന്നെ, എല്ലാ അമ്പിയാക്കളെ പോലെ തന്നെ ബല്ലഗ റിസാലത്തിനെ, ഈ അള്ളാഹുവിൽ നിന്നുമുള്ള ആ റിസാലത്തിനെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തു. അതുപോലെ തന്നെ അവരെ ഏൽപ്പിച്ച വിശ്വാസ അമാനത്തിനെ അദ്ദൽ അമാന ആ വിശ്വസിച്ചേൽപ്പിച്ചതിനെ പരിപൂർണമായി നിർവഹിച്ചു. വഅഖാമൽ ഹുജ്ജ തെളിവിനെ അവിടെ നിലനിർത്തുകയും ചെയ്തു. ഇസ്ലാം എന്ന പരിശുദ്ധമായ തെളിവിനെ അവിടെ നിലനിർത്തുകയും ചെയ്തു.
فتول عنهم وقال يا قوم لقد أبلغتكم رسالات ربي ونصحت لكم فكيف آسى على قوم كافرين എന്നാണ്. അങ്ങനെ അപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോഴും വതവല്ല അൻഹും, അവരിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്നർത്ഥം. ഫതവല്ല അൻഹും, അവരിൽ നിന്ന് ഷുഐബ് നബി അലൈഹി സ്വലാം പിന്തിരിയുകയാണ്. പ്രബോധനം നടത്തിയിട്ടൊരു കാര്യമില്ലെന്ന് മനസ്സിലാക്കി അവരോട് ഷുഐബ് നബി ഖാല പറഞ്ഞു, യാ ഖൗമി, എൻ്റെ ജനതയെ, എൻ്റെ സമുദായമേ, ലഖദ് അബ്ലഅ്തുക്കും, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിരിക്കുന്നു. ലഖദ് അബ്ലഅ്തുക്കും, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരിക തന്നെ ചെയ്തിരിക്കുന്നു. റിസാലാത്ത് റബ്ബി, എൻ്റെ റബ്ബിൻ്റെ റിസാലാത്തുകൾ എന്ന് പറഞ്ഞാൽ സന്ദേശങ്ങൾ. ഞാൻ എൻ്റെ റബ്ബിൻ്റെ സന്ദേശങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തരിക തന്നെ ചെയ്തു. വനസഹ്തു ലക്കും, അതുപോലെ നിങ്ങളെ ഞാൻ നസഹ്തു, ഉപദേശിക്കുകയും ചെയ്തിരിക്കുന്നു നിങ്ങളെ. ഫകൈഫ ആസാ അലാ ഖൗമിൻ കാഫിരീൻ, ഫകൈഫ ആസാ, പിന്നെ എങ്ങനെയാണ് ഞാൻ ദുഃഖിക്കേണ്ടത്, അലാ ഖൗമിൻ കാഫിരീൻ, സത്യനിഷേധികളായ ആളുകളുടെ മേൽ. അഥവാ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഡ്യൂട്ടി നിർവഹിച്ചിട്ടുണ്ട്, പിന്നെ നിങ്ങൾ വിശ്വസികളായില്ല, അതുകൊണ്ട് കാഫിരീങ്ങളായ ഒരു സമുദായത്തിൻ്റെ മേൽ പിന്നെ ഞാൻ എങ്ങനെ ദുഃഖിക്കാനാണ്, ഞാൻ എൻ്റെ ഡ്യൂട്ടി നിർവഹിച്ചു എന്ന് ഷുഐബ് നബി അലൈഹി സ്വലാം എൻ്റെ ജനതയോട് പറയുകയാണ്. ഫകൈഫ ആസാ, പിന്നെ എങ്ങനെ ഞാൻ ദുഃഖിക്കും, അലാ ഖൗമിൻ കാഫിരീൻ, സത്യനിഷേധികളായ ജനതയെക്കുറിച്ച്, ജനങ്ങളുടെ മേൽ ഞാൻ എങ്ങനെ ദുഃഖിക്കാനാണ് എന്ന് ഷുഐബ് നബി എൻ്റെ ജനതയോട് പറയുകയാണ്. ഷുഐബ് നബിയെക്കുറിച്ച് നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ടത് കേട്ടോ, ചെറിയ പോയിന്റുകൾ മാത്രമേ ഉള്ളൂ, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഷുഐബ് നബി കമാ ജാഫിൽ ഖുർആൻ കരീം എന്നാണ്. ഷുഐബ് നബി എന്നാണ് ഷുഐബ് നബിയുടെ പേര്. അതിൽ തൗറാത്തിൽ ഷുഐബ് നബിയെ പറ്റി ഉപയോഗിച്ചത് റൗവഈൽ എന്നാണ്. സുരിയാനി ഭാഷയിൽ എസ്റൂൻ എന്നൊക്കെ പേരുണ്ട് ഷുഐബ് നബിക്ക് എന്ന് മനസ്സിലാക്കുക. ഖതീബുൽ അംബിയ എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരിൽ ഏറ്റവും നല്ല പ്രാസംഗികരിൽപ്പെട്ട പ്രധാനിയാണ് ആര്, ഷുഐബ് നബി അലൈഹിസ്സലാം. ഹിക്മത്ത് കൊണ്ടും ഫസാഹത്ത് കൊണ്ടും, നല്ല സാഹിത്യ സമ്പുഷ്ടമായ വാക്കുകൊണ്ടും, അതുപോലെ തന്നെ ഹിക്മത്ത്, ഒരുപാട് തന്ത്രജ്ഞാനങ്ങൾ കൊണ്ടും. ലൂത്ത് നബിയുടെ മകളാണ് ഷുഐബ് നബിയുടെ വല്യമ്മ എന്ന് പറയപ്പെടുന്നുണ്ട്. ഇബ്രാഹിം നബിയുടെ പരമ്പരയിൽ ആയിട്ട് വരുന്നു. അങ്ങനെ ഷുഐബ് നബിയെ അല്ലാഹു തആല മദിയനിലേക്ക് അയച്ചു എന്നർത്ഥം. അസ്ഹാബുൽ ഐക്ക എന്നാണ് ഇതിൻ്റെ സമുദായത്തിലേക്ക് പേരുണ്ടായിരുന്നത്. മദിയനിൻ്റെ സ്ഥലം തംതദ്ദു മാ ബൈന അത്റാഫ് ഷിമാലിൽ, ഹിജാസിനോടും അതുപോലെ തന്നെ ജുനൂബിൽ ഷാമിനോടും അടുത്തുള്ള സ്ഥലമാണ് എന്ന് മനസ്സിലാക്കുക. ഷുഐബ് നബി അലൈഹിസ്സലാം 242 വർഷത്തോളം ജീവിച്ചിട്ടുണ്ട്. ഷുഐബ് നബി അലൈഹിസ്സലാമിന് പരിശുദ്ധ ഖുർആനിൽ 11 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മദിയനിലെ ആളുകൾ നമ്മൾ പറഞ്ഞല്ലോ, അഹ്ലു തിജാറത്തിൻ വസറാഅത്തിൻ വതംരിൻ ബിദിയാരിഹിം വാഹിദ മിൻ അങ്ങനെ തുടങ്ങിയിട്ട് എന്താണ്, അവർ കർഷകരായിരുന്നു. കർഷകർ കച്ചവടം ചെയ്യുന്ന ആളുകളായിരുന്നു. അഹ്ലു തിജാറ, കർഷകരല്ല, കർഷകരും അതുപോലെ തന്നെ കച്ചവടക്കാരുമായിരുന്നു. ആ കച്ചവടത്തിലായിരുന്നു അവരുടെ പ്രധാന ക്രിയവിക്രയങ്ങൾ നടത്തി അതിൽ നിന്നാണ് ജനങ്ങളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കിയിരുന്നത്. അസ്ഹാബുൽ ഐക്ക, അതൊക്കെ മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ സ്വാലിഹ്, ഹൂദ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇസ്മായിൽ, മുഹമ്മദ് പറഞ്ഞപ്പോൾ പേരെടുത്ത് പറഞ്ഞ പ്രധാനിയായ നബിയാണ് ഷുഐബ് നബി അലൈഹി സ്വലാം. പരിശുദ്ധ ഖുർആനിൽ അൽവാഇദുൽ ബലീഗു ബൈനൽ അംബിയ എന്ന് ഷുഐബ് നബിയെ പറ്റി പറയപ്പെടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ഷുഐബ് നബി അലൈഹിസ്സലാം ഷുഐബ് നബി ഇബ്രാഹിം നബിയെ കൊണ്ട് വിശ്വസിച്ചു. അങ്ങനെ ഇതുപോലെ വഹജർ മാഹു വദഖല മാഹു ദിമിഷ്ക വകാന ഫസിഹൻ മുഫഹിമൻ ഹൈസ് കാന ബഅദു സലഫ് യുസമ്മ ഷുഐബ് ബിൻ ഖതീബുൽ അംബിയ. അങ്ങനെ വൈല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആയത്തുകൾ വൈല മദിയന ഹാവും ഷുഐബ്, അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വിശദീകരിച്ച് നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഷുഐബിനുമായി ബന്ധപ്പെട്ട ഓരോ ആയത്തുകളാണ്. വൈല മദിയന ഹാവും ഷുഐബൻ വയാ ഖൗമി ഔഫിൽ മിക്യാല വൽ മീസാന എന്നുള്ള ആയത്തുകൾ. ബഖിയത്തുല്ലാഹി ഖൈറുൻ എന്നുള്ളത്, അഥവാ നിങ്ങളങ്ങനെ പറ്റിക്കാതെ ബാക്കിയാവുന്നത് തന്നെയാണ് നിങ്ങൾക്ക് ഖൈർ. അങ്ങനെ തുടങ്ങി സലാത്ത് കൊത്താമുറുക്കാൻ നിത്രുക്കാമായ ബുദാബാവൻ, അതൊക്കെ നമ്മൾ കഴിഞ്ഞു. വലൗലാ റഹ്തുക്കൽ ജംനാക വമാ അൻത അലൈനാ ബി അസീസ്, അതും പറഞ്ഞു. നിൻ്റെ കൂടെ നിൻ്റെ കുടുംബം ഉണ്ടായത് കൊണ്ടാണ് കൊല്ലാത്തത്, ആ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ അല്ലാഹു തആല അവരെ റജഫത്ത്, അവരെ പിടികൂടി അവരെ കൊന്നു എന്നൊക്കെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആയത്തുകളൊക്കെയാണ് ഷുഐബ് നബി കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. പുതിയ വേർഡുകളൊക്കെ ഒന്ന് എഴുതി വെക്കുക. അസ്സലാമു അലൈക്കും.